ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു ചീരത്തോരനാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, എന്തേ ചീരത്തോരൻ തയ്യാറാക്കാൻ ഞങ്ങൾക്കറിയില്ലേ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചീനിച്ചട്ടിയിലാണ് നമ്മുടെ ചീര തോരൻ തയ്യാറാക്കുന്നത്. എന്ന് തോരൻ തയ്യാറാക്കിയാലും ഞാൻ ഈ ചീനിച്ചട്ടിക്കകത്താണ് ചീര തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പാനല്ല, ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിന് വേണ്ടുന്ന ചീരത്തോരന് വേണ്ടുന്ന അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനൊന്ന് ചതച്ചിടണം. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ കട്ട് ചെയ്തെടുത്തത് അത് തിരുകുന്ന പാട് കൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ചേർത്തു. പിന്നെ ഒരു 2-3 പച്ചമുളക് ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 സ്പൂൺ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തു. ഒരു 2 ചുവന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോഴേക്കും നമ്മുടെ ചീനിച്ചട്ടി നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായി വരട്ടെ. ഞാനതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഓക്കെ, എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതുവരെ 1K ആയിട്ടില്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഒന്ന് 1K ആക്കി കിട്ടാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേഗമാണ് നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ച് ചീരയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തണ്ടെല്ലാം പ്രത്യേകം മാറ്റി കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇലയെല്ലാം വേറെ മാറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് റൈസ് ചേർത്ത് കൊടുക്കണം. റൈസ് എന്ന് വെച്ചാൽ നമ്മൾ ചോറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന റൈസ്. അത് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴുകി ഉണക്കി ഒരു ടിന്നിനകത്താക്കി മാറ്റി വെച്ചേക്കും. അത് പ്രത്യേകം മാറ്റി വെച്ചേക്കും. അപ്പോൾ ആ ഒരു റൈസ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിടാവുള്ളൂ. അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് പൊട്ടും. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി കഴിയട്ടെ. ചുവന്ന മട്ടേരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് നിങ്ങളെങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്നൊന്ന് പറയണേ, കമൻറ്റിലൂടെ ഒന്ന് പറയണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ അമ്മയുടെ ടിപ്സാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇനി ഒരു സവാളയുടെ പകുതിയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചുവന്നുള്ളി ചേർക്കാമെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ചീരയുടെ തണ്ട് മാത്രം അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് കുഞ്ഞ് ചീരയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ആ തണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു പിടി ചീര 100 പൈസയ്ക്ക് ഇവിടെ കിട്ടും. 100 പൈസയാണ് ഇവിടുത്തെ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും
എല്ലാം കൂടെ ചതച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കഷ്ണമായിട്ടിട്ട് കൊടുത്ത തേങ്ങയാണത്. നല്ല പാകത്തിന് നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു മടിയാണ് തേങ്ങ ചിരവി എടുക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കുകയില്ല. തോരനൊക്കെ വെക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുകയില്ല. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഈ അരപ്പിന് വേണ്ടുന്ന ഇത്രയും കൂട്ടിന് വേണ്ടുന്ന ഒരു ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ലേശമേ ചേർക്കാവുള്ളൂ. ഇത്ര ഐറ്റത്തിന് മാത്രം, ആ തേങ്ങയ്ക്കും അതേപോലെ ഇതിനെല്ലാത്തിനും വേണ്ടുന്നത് മാത്രം ആഡ് ചെയ്യാവുള്ളൂ. ഇലകൾക്ക് വേണ്ടത് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ അരപ്പൊന്ന് വെന്ത് വരട്ടെ. ആ ഇലയല്ല, ആ തണ്ടും അരപ്പും എല്ലാം തേങ്ങയ്ക്കൊന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയാണ്. നമ്മൾ ചീരയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇല അങ്ങ് വെന്ത് അവിഞ്ഞു പോകും, അങ്ങ് നാശമായി പോവും. ഇങ്ങനെയാകുമ്പം ആ ആവിയിൽ നമ്മുടെ ആ തേങ്ങയും വേഗം, അതുപോലെ ചീരയുടെ തണ്ടും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന, തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് നമ്മൾ ചീര അങ്ങോട്ട് വാരി വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് ഒരു ലേശം ഉപ്പ് കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കുക. ഇനി അതൊന്ന് ആവി വന്നാൽ മതി. കൂടുതൽ സമയം അടച്ചു വെക്കരുത്. കൂടുതൽ സമയം നമ്മൾ അടച്ചു വെച്ചാൽ അതങ്ങ് അവിഞ്ഞ് കുഴഞ്ഞു പോകുക. ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പസമയം കൂടി വേവിച്ചെടുക്കാം. ഇത് നോക്കൂ, തീ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അധികം തീയൊന്നും ഇടാണ്ടാണ് വേവിക്കുന്നത്. അടപ്പ് പാത്രത്തിലൊക്കെ പറ്റിയിരുന്ന ചീര കൂടി ഞാൻ അതിലൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ അരപ്പും തണ്ടും എല്ലാം ഈ ഇലയിലേക്ക് കൂടി മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും, ആ ചീരയുടെ ഇലയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ആ അരപ്പെത്തണം. അതേ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതേ രീതിയിലാണോ തയ്യാറാക്കുന്നത് എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി തുറന്ന് വെച്ചൊരു കുറച്ച് സമയം നമ്മളത് ഇളക്കി കൊടുക്കണം. ഇനി വേകുവാനുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ ഇനി വേകുവാനുണ്ടെങ്കിൽ നമ്മൾ അധിക സമയം അടച്ചു വയ്ക്കുന്നില്ലല്ലോ, അങ്ങ് വെന്തുകൊള്ളും. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. സോൾട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചീരയ്ക്ക് ഇലവർഗ്ഗങ്ങൾക്കൊക്കെ ഉപ്പ് ലേശം കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ. ഇവിടുത്തെ ചീരയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തീരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് വെജിറ്റബിൾസിനായാലും അല്പം ഉപ്പ് രസമുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാനൊരു ലേശം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഇലകൾക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ നേരത്തെ. ഉപ്പ് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ചേർത്തില്ല. ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ടേസ്റ്റ് നോക്കിയപ്പം അതിന് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ അത് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, കുഴഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം നല്ല ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.